രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തുമെന്ന് വാർത്ത. രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് ഏതാണ്ട് 10:10 നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തും. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിൽ യാത്ര തിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി എന്താണ്? രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നതായിരിക്കുമോ? SKN ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്ന നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ പരിപാടി ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് UDF കക്ഷികളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് തീർപ്പാക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് സമാന്തരമായി തന്നെ കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ നേതാവായ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തും. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്തുണ്ട്. KC വേണുഗോപാലും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ കണ്ടേക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടി ചെന്നിത്തലയെ കാണാനാണ് സാധ്യത. അങ്ങനെ കണ്ട് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. അദ്ദേഹത്തിന് ആഭ്യന്തരം അടക്കമുള്ള വകുപ്പുകൾ നൽകണം. അദ്ദേഹത്തോടൊപ്പമുള്ളവർക്ക് കാര്യമായ പരിഗണന മന്ത്രിസഭയിൽ വേണം. സംഘടനാ രംഗത്തും പ്രാതിനിധ്യം വേണം. തുടങ്ങിയ ആവശ്യങ്ങളാണ് രമേശ് ചെന്നിത്തല വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുള്ള ഒരു ചർച്ചയായിരിക്കും ഇന്ന് വി.ഡി. സതീശൻ നടത്താൻ പോകുന്നത്. ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഇടപെടലുകളുമാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.